ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ജൂൺ മാസ ഫലമാണ്. ജൂൺ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത്. അത് മീനം രാശിക്കാരായിരിക്കുന്ന പൂരുരുട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്നതാണ് മീനം രാശി. മീനം രാശിക്കാരുടെ ഇപ്പോഴത്തെ ഈ ജൂൺ മാസത്തെ സ്ഥിതി, അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിയിൽ ഈ മീനം രാശിക്കാരുടെ ഭാഗ്യാധിപൻ കൂടിയായ ചൊവ്വാഗ്രഹം മേടം രാശിയിൽ, അത് ധനസ്ഥാനം കൂടിയാണ്, അവിടെ ബലവാനായിട്ട് നിൽക്കുന്നു. ആയതിനാൽ ഈ ജൂൺ മാസത്തിൽ മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി 4-ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ വന്നിച്ച് പ്രധാനമായിട്ട് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ, തൊഴിൽ രംഗമായാലും കുടുംബമായാലും സമൂഹത്തിലെ സ്ഥാനമാനങ്ങളൊക്കെ ആയാലും അവിടെ ഒരു നേതൃപാടവം തെളിയിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ ഏത് രംഗത്തും തൊഴിൽ ചെയ്യുന്നവരായാലും അവർക്ക് ഒരു ധന ആഗമന യോഗം അപ്രതീക്ഷിതമായിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ട് കൃഷിയിൽ നിന്നും ഒക്കെ അപ്രതീക്ഷിതമായ ലാഭങ്ങൾ ഉണ്ടാകും. കൂടാതെ സ്വന്തം പേരിൽ ഭൂമി ഇല്ലാത്തവർ, അതിനായിട്ട് ദീർഘകാലം ആഗ്രഹിക്കുന്നവർക്ക് കുടുംബപരമായിട്ടോ അല്ലാതെയോ ഭൂമി വാങ്ങുന്നതിനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഒത്തുവരുന്നതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു മാസവും കൂടിയാണ്. അത് ഭൂമികാരകനായ ചൊവ്വ ധനസ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ഭൂമി വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉള്ള ഒരു ഭൂമി വാങ്ങുവാനായിട്ട്, ഉള്ളത് കൊടുക്കുവാൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വില ലഭിക്കുന്നതിനും വിൽക്കുന്നതിനുമൊക്കെ തീരുമാനമാകുവാൻ ഈ ജൂൺ മാസത്തിൽ ഭാഗ്യമുള്ള മാസമാണ്. ആരോഗ്യം പൊതുവെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാശിയിൽ തന്നെ അവിടെ രാഹു നിൽക്കുന്നു. കൂടാതെ 7.5 ശനി ഒക്കെയുള്ള കാലവുമാണല്ലോ. വളരെ ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. അലസത, അതുപോലെ തന്നെ കഫസംബന്ധമായോ വാദസംബന്ധമായോ ഉള്ള ചില അസുഖങ്ങളും സൂചകം. 3-ാമിടത്ത് ആണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദൈവാധീനം ഒരു അല്പം കുറഞ്ഞു നിൽക്കുന്നു ചില കാര്യങ്ങൾ. സഹോദരസ്ഥാനീയർക്ക് സഹോദരസ്ഥാനവും വിക്രമസ്ഥാനവും കൂടിയായ 3-ാമിടത്ത് വ്യാഴം നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് കഴിവ് തെളിയിക്കുവാനാവും പ്രവർത്തന രംഗങ്ങൾ. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനീയരിൽ നിന്നും സഹായം ലഭിക്കുകയും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനും ഒക്കെ സാധിക്കും. ദീർഘകാലമായിട്ട് സഹായ സഹകരണങ്ങളൊക്കെ പരസ്പരം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, അകന്നൊക്കെ നിന്നവർക്ക് ഇപ്പോൾ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുവാനോ പരസ്പരം കണ്ടുമുട്ടുന്നതിനും കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനും ഒക്കെയുള്ള ഒരു നല്ല ദൈവാധീനമുള്ള മാസം. മറ്റൊരു കാര്യം, മാതാവിനും അതുപോലെ തന്നെ വാഹനത്തെ സംബന്ധിക്കുന്നിടത്തോളം, ഗൃഹത്തെ സംബന്ധിക്കുന്നിടത്തോളമുള്ള കാര്യങ്ങളാണ്. 4-ാം ഭാവമായ സുഖസ്ഥാനത്ത് മീനം രാശിയുടെ 4-ാം ഇടം, മീനം രാശിയുടെ 4-ാം ഇടം മിഥുനം രാശിയാണ്. ആ മിഥുനം രാശിയിൽ രാശ്യാധിപനായിരിക്കുന്ന ബുധനും അതുപോലെ തന്നെ ശുക്രനുമുണ്ട്, കൂടെ ആദിത്യനും. അങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ സ്ഥിതി ചെയ്യുമ്പോൾ അത് വളരെയധികം നല്ലതാണ്. വാഹന സംബന്ധമായിട്ട് തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ, അവർക്കതിന് ലാഭങ്ങൾ വന്നു ചേരുക. ഒരു ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നവരായാലും മെക്കാനിക്കൽ ജോലി ചെയ്യുന്നവരായാലും വാഹനം വാങ്ങി വിൽക്കുന്നവരോ, അങ്ങനെ വാഹനവുമായി ബന്ധപ്പെട്ട ചെറിയ വാഹനമാകാം, വലിയ വാഹനമാകാം, അതൊക്കെ വളരെ നല്ല ഒരു ഭാഗ്യമാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും നല്ല ഒരു മാസമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ദാമ്പത്യ ജീവിതം. മീനം രാശിക്കാരായിരിക്കുന്ന
സ്ത്രീ പുരുഷന്മാർക്ക്, ദമ്പതികളായിട്ടുള്ളവർക്ക്, പ്രണയിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചില ഭംഗം വരുവാൻ സൂചനയുണ്ട്. അതായത് പാപഗ്രഹമാണ് ദാമ്പത്യഭാവത്തെ സൂചിപ്പിക്കുന്ന കാര്യത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പിതൃഭാവത്തിലും വളരെ അനുകൂലമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ 9ാം ഭാവമായ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു. ബലം കുറഞ്ഞു നിന്നാണ് ദൃഷ്ടി ചെയ്യുന്നത് എങ്കിലും നൈസർഗിക ശുഭനായ വ്യാഴമായതിനാൽ അവിടെ കൂടുതൽ കാര്യങ്ങൾ, ഭാഗ്യാവസ്ഥ വർദ്ധിക്കുക തന്നെ ചെയ്യും. തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണല്ലോ ആ വ്യാഴം, അത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അവരവരുടെ തന്നെ ദുർബുദ്ധി മൂലം ജോലി ഉപേക്ഷിക്കുകയോ അലസത ഉണ്ടാകുകയോ ചെയ്യാതെ വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, അത് വിദ്യാകാര്യത്തിലായാലും തൊഴിൽ കാര്യത്തിലായാലും അത്ര ഗുണകരമായ ഒരു മാസമല്ല. അതായത് ഭാവത്തിലെ സ്ഥിതി അനുസരിച്ച് അങ്ങനെയാണ് കാണുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും, ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം പോലെയുള്ള വഴിപാടുകളും, നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഐശ്വര്യപ്രദവും സന്തോഷപ്രദവും ആയ ജീവിതം നയിക്കുവാൻ ഭാഗ്യമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.